ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ക്രെഡിറ്റ് തർക്കങ്ങളിലേക്കൊന്ന് കണ്ണോടിക്കേണ്ടതുണ്ട്. അത് പറയാതെ വയ്യ. കാരണം അവകാശവാദങ്ങളിൽ നിന്നും ഇപ്പോൾ സർക്കാർ പല വിധത്തിൽ മയപ്പെടുത്തി മലക്കം മറിയുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ സംസ്ഥാന പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ഈ സംഭവത്തിൽ നമ്മളോട് കൂടുതൽ കാര്യങ്ങൾ പ്രതികരിക്കും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഫീൽഡിൽ കൂടി പോകണം. ഞങ്ങൾ ഫീൽഡിൽ സ്ഥിരമായിട്ട് പോകുന്നുണ്ട്. പക്ഷെ മഴ ഒന്നാം റൗണ്ടിങ് പെയ്തപ്പോഴേക്ക് ടീം സമഗ്രമായ ഒരു പരിശോധന ആവശ്യമുണ്ടോ കേരളത്തിലെ NH-66 നിർമ്മാണത്തിൽ? ഇതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാ. ലോകത്ത് എവിടെയും ജീവിക്കുന്ന മലയാളിയുടെ സ്വപ്നമാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 45 മീറ്റർ. UDF കേരളത്തിൽ ഭരണം നടത്തിയ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥത മൂലം ആ പദ്ധതി മുടങ്ങിപ്പോയി. ഇതിപ്പോ അന്ന് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാൽ മതി. ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി പണം ചെലവഴിച്ച സംസ്ഥാനത്തിന്റെ പേര് കേരളമാണ്. പദ്ധതി കേന്ദ്രത്തിൻ്റെതാണെങ്കിലും മഴ പെയ്ത് റോഡ് രണ്ടായി പിളരുന്നതിനും 1 മണിക്കൂർ മുമ്പ് വരെ ക്രെഡിറ്റ് കേരളത്തിനായിരുന്നു. ഞാൻ ചോദിച്ചത് ഇതിന്റെ നിർമ്മാണത്തിലുള്ള വൈകല്യം ജനപ്രതിനിധികളും തദ്ദേശഭരണ സ്ഥാപനങ്ങളും അടക്കം ചൂണ്ടിക്കാട്ടിയ ഘട്ടത്തിൽ ഒരു ഇടപെടൽ നടത്താൻ കഴിഞ്ഞിരുന്നു. അങ്ങനെ കണക്ക് പറയരുത് സാറേ. ഒരു ഭൂമി ഉൽക്കം വന്ന് എല്ലാം പോയില്ലേ സാറേ? ഇന്നലെ പിന്നെ എന്താ നടന്നത്? അവിടെ വല്ലതും ബാക്കി വെച്ചിട്ടുണ്ടോ? ശ്രദ്ധയിലില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചത് ഏതെങ്കിലും ഘട്ടത്തിൽ നിർമ്മാണത്തിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഈ മേഖലകളിൽ ഈ പ്രശ്നങ്ങൾ ജനങ്ങൾ ശ്രദ്ധിക്കണമെന്നൊരു ഇടപെടൽ PWD വകുപ്പ് നടത്തിയിട്ടുണ്ട്. അപാകതകൾ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ ഈ നിർമ്മാണം പൂർണ്ണമായും ദേശീയപാത അതോറിറ്റിയുടെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് നേരത്തെ പലതരത്തിലുള്ള അവകാശവാദങ്ങൾ നടത്തിയിട്ടുള്ള പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ്. ഇപ്പോൾ ദേശീയപാത നിർമ്മാണത്തിലെ വീഴ്ച സംസ്ഥാന സർക്കാർ അറിഞ്ഞിരുന്നോ എന്ന് ഇന്ന് മനോരമ ന്യൂസ് ഉൾപ്പെടെ മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു. ചോദ്യത്തിന് വ്യക്തമായ ഒരു മറുപടി ഇന്നും അദ്ദേഹം നൽകിയിട്ടില്ല. എല്ലാരും വിളിച്ചു. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ